നിനക്ക് ഇപ്പോൾ തന്നെ മാങ്ങ വേണോ കുരുപ്പേ? ഇവിടുന്ന് ഇറങ്ങിയിട്ട് പോരെ? അവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവിടുന്ന് ഇറങ്ങിയ എങ്ങനെയാ മണ്ട മാങ്ങ പറിക്കുന്നത്? അങ്ങോട്ട് പോയി പറിക്കുന്നുണ്ടോ നീ? അല്ലേ ഞാൻ അച്ഛനോട് പറഞ്ഞ് ബാക്കി തല്ലുകൂടി മേടിച്ചു തരും. അവനെ നോക്കി ഇടുപ്പിൽ കൈയും വെച്ചുകൊണ്ട് അനു പറഞ്ഞു. എടി പൂതനെ, ഇതിലെല്ലാം ഉറുമ്പാടി. എന്തായാലും ഏണിയില്ല. നിനക്ക് താഴെ ഇറങ്ങാനും അറിഞ്ഞൂടാ. അപ്പോൾ പിന്നെ അവിടെ ഇരിക്കുന്ന സമയം ബാക്കിയുള്ളവർക്കൊരു നല്ല കാര്യം ചെയ്തുകൂടേടാ നിനക്ക്? ദേഹം മുഴുവൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നവനെ കാണെ അനു പറഞ്ഞു. പണ്ടാരമടങ്ങാൻ, എൻ്റെ ബുദ്ധിയായി പോയി. ഏത് സമയത്താണാവോ സർപ്രൈസ് കൊടുക്കാൻ തോന്നിയത്. ദേഹത്ത് കയറുന്ന ഉറുമ്പിനെ തട്ടിക്കൊണ്ട് ചില്ലയിൽ പിടിച്ചുകൊണ്ട് അനു പറഞ്ഞ മാങ്ങ പറിക്കാനായി അവൻ അതിൽ കൂടി പതുക്കെ നടന്നുകൊണ്ട് പിറുപിറുത്തു. ഹായ്, വേണിച്ചേച്ചി വന്നു. മുറ്റത്ത് വന്ന് നിൽക്കുന്ന കാറിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് മാവിൻ്റെ മുകളിലേക്ക് നോക്കി നിന്നവൾ ഒന്ന് തിരിഞ്ഞു നോക്കി അങ്ങോട്ടേക്ക് ഓടിക്കൊണ്ട് പറഞ്ഞു. നീയെന്താ ക്ലാസ് കട്ട് ചെയ്ത് നേരത്തെ വന്നത്? ഞങ്ങൾ കോളേജിൽ പോയിരുന്നു. നിന്നെ വിളിച്ചുകൊണ്ട് വരാമെന്ന് വെച്ച്. കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഭദ്രൻ ഗൗരവത്തോടെ ചോദിച്ചു. അത് എനിക്കൊരാൾ സർപ്രൈസ് വിസിറ്റ് നടത്തി കൂട്ടിക്കൊണ്ട് വന്നതല്ലേ? മാവിന് മുകളിൽ ഇലകൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്നവനെ നോക്കിക്കൊണ്ട് അനു പറഞ്ഞു. അതാരാ നിനക്ക് വിസിറ്റ് നടത്താൻ? ഭദ്രൻ കാറിൻ്റെ ഡോർ അടച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ദോ ആ മരത്തിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട്. മാവിലേക്ക് കൈ ചൂണ്ടി പറഞ്ഞവളുടെ നോട്ടം പോകുന്നിടത്തേക്ക് നോക്കിയ ഭദ്രൻ്റെ മുഖം പെട്ടെന്നൊന്ന് തെളിഞ്ഞു. അവൻ അങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും കാറിൻ്റെ ഡോർ തുറന്ന് കുറച്ച് കവറുമായി വേണിയും പുറത്തേക്കിറങ്ങി. കാറിൽ നിന്നും ഇറങ്ങി വന്ന വേണിയെ കണ്ട് മരത്തിന് മുകളിൽ നിന്നവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. അവൻ്റെ നോട്ടം ഒരു സംശയത്തോടെ ഭദ്രനിലേക്കായി. അത് പ്രതീക്ഷിച്ചപ്പോൾ അവൻ കണ്ണുകളൊന്ന് ചിമ്മി തല വിലങ്ങനെ ആട്ടിക്കാണിച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് തന്നെ നടന്നു. ഇങ്ങ് താ ചേച്ചി, ഞാനും കുറച്ച് പിടിക്കാം. കവറുകൾ കൊണ്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടുന്നവളുടെ അടുത്തേക്ക് ചെന്ന് കവർ മേടിക്കാൻ കൈനീട്ടിക്കൊണ്ട് അനു പറഞ്ഞു. മാങ്ങയും കൊണ്ട് അകത്തേക്ക് വന്നേരേ കേട്ടോ, ഞാൻ അകത്ത് കാണും. വേണിയുടെ കയ്യിൽ നിന്ന് മേടിച്ച കവറുകൾ കൊണ്ട് അകത്തേക്ക് കയറാൻ നേരം അനു മാവിൻ്റെ മുകളിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് വേണിയും അവനെ കാണുന്നത്. അവനെ മനസ്സിലാകാതെ ഒന്ന് നോക്കിക്കൊണ്ട് വേണിയും അനുവിന് പിന്നിലായി അകത്തേക്ക് നടന്നു. നീ വന്ന ഉടനെ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറിയത് എന്തിനാടാ? മാവിനടുത്തേക്ക് വന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഭദ്രൻ ചോദിച്ചു. മാവിൻ്റെ നീളം അളക്കാൻ കയറിയത്. വിശേഷം പറഞ്ഞു നിൽക്കാതെ പോയി വല്ല ഏണിയും എടുത്തേണ്ടു വാടോ. അല്ലെങ്കിൽ പിന്നെ ഈ ഉറുമ്പൊക്കെ എന്നെ തിന്ന് തീർക്കും കേട്ടോ. കൈയും കാലും മുഖവും മാറി മാറി ചൊറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. ഏണിയൊന്നും ഇവിടെ ഇല്ല, നീ ചാടിക്കോ, ഞാൻ പിടിക്കാം. കൈകൾ നീട്ടി പിടിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു. പിന്നെ നിന്നെ വിശ്വസിച്ച് എൻ്റെ പട്ടി ചാടും. നീ പോയി വല്ല വലയും എടുത്തോണ്ട് വാ. എന്നിട്ട് ആരേലുമൊക്കെ വിളിച്ചു വാ. അല്ലെങ്കിൽ ഫയർഫോഴ്സിനെ വിളി. നോക്കിക്കൊണ്ട് നിൽക്കാതെ എന്തേലും ചെയ്യടാ. ഈ പണ്ടാരമൊക്കെ എൻ്റെ മേലെ കയറുന്നത് എന്തിനാ? അവിടെ പോയി വല്ല മാങ്ങയും തിന്നടാ പരട്ട ഉറുമ്പേ. ഭദ്രനോടും ഉറുമ്പിനോടുമായി മാറി മാറി പറയുന്നവനെ കാണെ ചിരി അടക്കിക്കൊണ്ട് ഭദ്രൻ വലയെടുക്കാനായി അകത്തേക്ക് പോയി. ആ ചാടിക്കോ ചാടിക്കോ, ഞാൻ പിടിച്ചിട്ടുണ്ട്. വലയെടുക്കാൻ അകത്തേക്ക് പോയ ഭദ്രൻ തിരിച്ചു വന്നപ്പോൾ അനുവും കൂടെ ഉണ്ടായിരുന്നു. നീ എന്ത് തേങ്ങയ്ക്കാ ഈ വെളിവില്ലാത്തവളെയൊക്കെ വിളിച്ചോണ്ട് വരുന്നേ? വല്ല പണിക്കാരെയും വിളിക്കണം. വല മുഴുവൻ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചാടാൻ പറയുന്നവളെ ദയനീയമായി നോക്കിക്കൊണ്ട് അരവിന്ദ് ഭദ്രനോടായി ചോദിച്ചു. ഈ സന്ധ്യയ്ക്ക് എവിടുന്നാ പണിക്കാര്? എല്ലാവരും പോയില്ലേ? വല്യച്ഛനും ചെറിയച്ഛനും ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അരവിന്ദിനെ കൂർപ്പിച്ചു നോക്കുന്ന അനുവിനെയൊന്ന് നോക്കി ഭദ്രൻ അരവിന്ദിനോടായി പറഞ്ഞു. ഓഹ് ഗതികേട്. എടി നേരാവണ്ണം പിടിക്കണം കേട്ടോ. നീ ചാടുന്നേൽ ചാട്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പോകും. അകത്ത് ചേച്ചി കൊണ്ടുവന്ന ലഡു ഇരിക്കുന്നു. തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്ന അരവിന്ദനെ ദേഷ്യത്തിൽ നോക്കി അവൾ വെപ്രാളത്തോടെ പറഞ്ഞു. ശരി ശരി, ചാടാൻ പോവാണേ. റെഡി, 1 2 3. അമ്മേ! ഭദ്രനും അനുവും പിടിച്ച വലയിലേക്ക് അവൻ ചാടുകയും വേണി ലഡുവും കൊണ്ട് പുറത്തേക്ക് വന്നതും അനു അങ്ങോട്ടേക്ക് ഓടിയതും ഒരേ നിമിഷമായിരുന്നു. പണ്ടാരക്കാലി! ബാഗ് തടവിക്കൊണ്ട് വേണിയുടെ കയ്യിൽ നിന്നും ലഡു തട്ടിപ്പറിക്കുന്നവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഇപ്പൊ പൊട്ടുമല്ലോ. അങ്ങ് കിണി, എന്തിനു നീയായിട്ട് കുറയ്ക്കുന്നത്? ചിരി അടക്കാൻ പ്രയാസപ്പെടുന്ന ഭദ്രനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ഞാൻ പിടിക്കാമെന്ന്. പെങ്ങൾ പിടിച്ചപ്പോൾ സന്തോഷായില്ലേ? വാ, കുഴമ്പിട്ട് തരാം അവിടെ. കൈകൊണ്ട് പുറം തിരുമുന്നവനെ കാണെ ചിരി അടക്കി മുന്നോട്ട് നടന്നുകൊണ്ട് ഭദ്രൻ പറഞ്ഞു.
അവൻ്റെ ചിരി നോക്കി മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടെ താഴെ കിടക്കുന്ന മാമ്പഴം എടുത്തുകൊണ്ട് അരവിന്ദനും അവന് പിന്നാലെയായി നടന്നു. ഇന്നാടി നിന്റെ മാങ്ങ. അകത്തേക്ക് നടന്നവൻ സോഫയിൽ ലഡു കഴിച്ചുകൊണ്ടിരിക്കുന്നവളെ കാണെ അവൾക്ക് നേരെ മാങ്ങ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഇനി എനിക്ക് വേണ്ട ഏട്ടാ, ദാ ചേച്ചി കൊണ്ടുവന്നതാ, നല്ല മധുരമാ. നീ കൊണ്ടുവന്ന മാങ്ങയ്ക്ക് ഇമ്മിണി പുളിയുണ്ട്. മുറിച്ചു വെച്ച മാങ്ങയ്ക്ക് അരികിലേക്ക് നടന്നുകൊണ്ട് അനു പറഞ്ഞു. ഷർട്ട് മടക്കി കൈക്ക് മുകളിലേക്ക് വെച്ച് അവൾക്ക് അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയവനെ ഭദ്രൻ വലിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. നീ വേണിയോടെല്ലാം പറഞ്ഞു? ബാത്റൂമിൽ നിന്നും കുളിച്ച് തല തുവർത്തിക്കൊണ്ട് പുറത്തേക്ക് വന്ന അരവിന്ദ് കട്ടിലിരിക്കുന്ന ഭദ്രനടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല. ദൂരേക്ക് നോട്ടം പായിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു. എന്തേ, പറയണ്ടേ? പറയണം. അതിനുള്ള സമയവും സന്ദർഭവും ഒത്തുവന്നില്ല. കട്ടിലിലേക്ക് മലർന്നു കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു. വേണിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എല്ലാം? ആലോചനയോടെ അവനെ നോക്കിക്കൊണ്ട് അരവിന്ദ് ചോദിച്ചു. അറിയില്ല. പറ്റും, പറ്റണം. വേണ്ടെന്ന് വെച്ച് നടന്നതല്ലേ ഞാൻ. കയ്യിൽ കൊണ്ട് തന്നിട്ട് ഇനി അവളില്ലാതെ എനിക്ക് പറ്റില്ലടാ. അങ്ങനെ അവൾ പോയാൽ ഞാൻ വീണ്ടും ഒരു ഭ്രാന്തനായി മാറിപ്പോകും. കൈകൾ കണ്ണിന് മുകളിൽ വെച്ച് കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു. പറ്റുമെടാ, നമ്മൾ പേടിക്കുന്ന പോലെ ഒന്നും പറ്റില്ല. നീ വന്നേ. താഴെ അച്ഛനും ചെറിയച്ഛനും എല്ലാം വന്ന് കാണും. അവരും എന്നെ കണ്ടൊന്ന് ഞെട്ടട്ടെ. ഭദ്രൻ്റെ ശ്രദ്ധ മാറ്റാൻ എന്നോണം അവനെ വലിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അരവിന്ദൻ പറഞ്ഞു. ഞാൻ വന്നോളാം, നീ നടന്നോ. പറ്റില്ല. എനിക്ക് കിട്ടുന്ന വരവേൽപ്പ് കണ്ട് നീ അന്തം വിടുന്നത് കണ്ട് എനിക്ക് സായുജ്യമടയണം. വന്നേ. തിരിച്ച് കട്ടിലിൽ കിടക്കാൻ പോയവനെ എഴുന്നേൽപ്പിച്ച് മുന്നിൽ നടത്തിക്കൊണ്ട് അരവിന്ദ് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ മരത്തിൻ്റെ മുകളിൽ വരെ എത്തി. അരവിന്ദ് വന്നത് മുതൽ മരത്തിൽ കയറിയത് വരെയുള്ള കഥകൾ വള്ളി പുള്ളി വിടാതെ വേണിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അനു സോഫയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ശ്വാസം വലിച്ചു വിട്ടു. അപ്പോൾ ഭദ്രേട്ടനും നിന്റെ ഏട്ടനും ഒരേ പ്രായമാണോ? അനുവിനടുത്തേക്ക് ഇരുന്ന് സംശയത്തോടെ വേണി ചോദിച്ചു. അതേന്നേ, ഭദ്രേട്ടൻ ഒരുപാട് താമസിച്ചുണ്ടായ കുട്ടിയാ. കുറേ നേർച്ചയും വഴിപാടുമെല്ലാം നടത്തി ഉണ്ടായതാണെന്ന് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അരവിന്ദേട്ടനും ഭദ്രേട്ടനും പഠിച്ചതൊക്കെ ഒരുമിച്ചാണോ? അതെ, കളിച്ചതും പഠിച്ചതും എല്ലാം ഒരുമിച്ചായിരുന്നു. ബാല്യകാല സുഹൃത്ത് എന്ന് പറയാം. ഭദ്രേട്ടന് വയ്യാതെ ആയേ പിന്നെ രണ്ടുപേരും രണ്ടിടത്തായത്. ഭദ്രേട്ടൻ അങ്ങനെയൊരവസ്ഥയിലായപ്പോഴേക്കും അരവിന്ദേട്ടനും ആകെ തകർന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാവരും ചേർന്ന് നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാ അരവിന്ദേട്ടനെ ദൂരേക്ക്. ആദ്യമൊക്കെ വാശി പിടിച്ചു നിന്നു, ഭദ്രേട്ടനെ വിട്ടു പോകില്ലാന്ന്. പിന്നെ തറവാട്ടിലുള്ളവരെല്ലാം ഒറ്റക്കെട്ടായി പറഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ പോയതാ. ദീർഘനിശ്വാസത്തോടെ അനു പറഞ്ഞു. അപ്പോൾ അരവിന്ദേട്ടന് അറിയാത്തതായി ഭദ്രേട്ടന് ഒന്നുമില്ല എന്ന് സാരം. എന്തോ ആലോചനയോടെ വേണി പറഞ്ഞു. അതെ, എന്താ ചേച്ചി? ഒന്നുമില്ല, വെറുതെ. സംശയത്തോടെ നോക്കുന്ന അനുവിനെ നോക്കി രണ്ട് കണ്ണും ചിമ്മിക്കൊണ്ട് വേണി പറഞ്ഞു. അച്ഛാ, ചെറിയച്ഛ, ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. മേശയ്ക്ക് ചുറ്റും കഴിക്കാനിരിക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കി ഭദ്രനൊപ്പം പടികൾ ഇറങ്ങിക്കൊണ്ട് അരവിന്ദ് വിളിച്ചു പറഞ്ഞു. ആരാ മോനെ വന്നേ? എല്ലാവരും മുകളിലേക്ക് നോക്കി. കൂട്ടത്തിൽ നോക്കിക്കൊണ്ട് പത്മനാഭനും ചിരി ഒളിപ്പിച്ചുകൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു. ഈ ഞാൻ കണ്ടില്ലേ? ജാനകിയുടെയും പത്മനാഭൻ്റെയും മൂത്ത മകനും സർവോപരി സുന്ദരനും സുശീലനും. സുഗുണ. എന്തോന്ന് സുഗുണയോ? അത് ഏതവളാ? വിജയച്ചൻ അതിന് ഇടയിൽ കയറി ചോദിച്ചു. ഓ, ഈ ഓൾഡ് പീപ്പിൾസിനെ കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ട്. വിജയച്ചനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് അരവിന്ദൻ പറഞ്ഞു. മറ്റേ സാധനമില്ലേ? എന്തോന്നായിരുന്നടാ? തന്നെ സൂക്ഷിച്ചു നോക്കിയിരിക്കുന്ന എല്ലാവരെയും നോക്കി അരവിന്ദൻ ഭദ്രനോടായി ചോദിച്ചു. സൽഗുണ. കഴിക്കാനായി ഇരുന്നു കൊണ്ട് ഭദ്രൻ പറഞ്ഞു കൊടുത്തു. ആ, അത് തന്നെ, സഗുണ. ഓ പണ്ടാരം. അവൻ പറഞ്ഞ ആ സംഭവമായ അരവിന്ദ് പത്മനാഭൻ. ഒരുവിധം പറഞ്ഞൊപ്പിച്ചുകൊണ്ട് മേശയ്ക്കടുത്തേക്ക് പോയി ഇല്ലാത്ത കോളർ ഒന്ന് പൊക്കിക്കൊണ്ട് മേശയിലേക്ക് ഒരു കൈ താങ്ങിക്കൊണ്ട് അവൻ പറഞ്ഞു. ജാനകി. അവനെ ഒന്ന് നോക്കി അപ്പുറത്തിരിക്കുന്ന ജാനകിയെ നോക്കി പത്മനാഭൻ വിളിച്ചു. എന്താ ഏട്ടാ? തന്നെ വിളിച്ചത് കേൾക്കെ സംശയത്തോടെ പത്മനാഭനെ നോക്കിക്കൊണ്ട് ജാനകിയമ്മ ചോദിച്ചു. നിനക്ക് ഞാൻ അറിയാത്ത പിള്ളേര് വല്ലതും ഉണ്ടോ? ഇത്രയും സവിശേഷ ഗുണങ്ങളുള്ള ഒന്നിനെ എനിക്കറിയില്ലല്ലോ. എനിക്കറിയാവുന്നവൻ മഹാ തല്ലിപ്പൊളിയാ. ഏതാ ഈ നിൽക്കുന്നവൻ? ജാനകിയമ്മയെ ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് പത്മനാഭൻ ചോദിച്ചു. അമ്മ അടുക്കളയിൽ കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ടോ?
എന്തോ ശബ്ദം കേട്ടുകൊണ്ട് അടുക്കളയിലേക്ക് നോക്കി അനു ജാനകിയമ്മയോട് ചോദിച്ചു. അത് നിന്റെ ഏട്ടൻ പല്ല് കടിച്ച് പൊട്ടിക്കുന്നതാ. അതിരുന്ന് പൊട്ടിക്കാതെ വേണേൽ വന്നിരുന്ന് കഴിക്കടാ, അരവിന്ദനോടായി ജാനകിയമ്മ പറഞ്ഞു. ഞാൻ പോവാ നാളെ, എന്നെ ആർക്കും വേണ്ടല്ലോ. ജാനകിയമ്മ പറഞ്ഞത് കേട്ട് ഉടനെ ഭദ്രനടുത്തായി വന്നിരുന്ന് പാത്രത്തിൽ ചപ്പാത്തി എടുത്തിട്ടുകൊണ്ട് അവൻ പറഞ്ഞു. വേണ്ട, നാളെ പോകണ്ട. ചെറിയച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കെ മുഖമൊന്ന് ഉയർത്തിക്കൊണ്ട് അരവിന്ദനോട് പറഞ്ഞു. കണ്ടോ കണ്ടോ, എൻ്റെ ചെറിയച്ഛനേ ഉള്ളൂ എന്നോട് സ്നേഹം. അതുകൊണ്ടല്ല, നാളെ പുറംപണിക്ക് ആള് വരില്ലെന്ന് പറഞ്ഞു. നീ ആ വാഴയ്ക്ക് 2 കുഴി കുത്തിയിട്ടിട്ട് പോ, അല്ലെങ്കിൽ ഇന്ന് മേടിച്ച വാഴത്തൈയൊക്കെ ചീത്തയായി പോകും. കണ്ണുയർത്തി അവനെയൊന്ന് നോക്കി കഴിപ്പ് നിർത്തി എഴുന്നേറ്റുകൊണ്ട് വിജയച്ചൻ പറഞ്ഞു. മിണ്ടാതിരുന്ന് കഴിച്ചോ, അങ്ങോട്ട് പോയി ബാക്കി കൂടി മേടിക്കാതെ. കണ്ണു ചുരുക്കി ചെറിയച്ഛനോട് എന്തോ പറയാൻ പോയവൻ അനു പറയുന്നത് കേട്ട് ശരിയെന്ന രീതിയിൽ തലയൊന്ന് കുലുക്കിക്കൊണ്ട് ചപ്പാത്തി കഴിക്കാനായി തുടങ്ങി. എന്തരവിന്ദേട്ടാ, ഞങ്ങളെ ഒന്നും ഒരു മൈൻഡില്ലല്ലോ. ചെറിയച്ഛനും വല്യച്ഛനും ജാനകിയമ്മയും കഴിച്ച് എല്ലാം എഴുന്നേറ്റ് പോയ ശേഷം സൂര്യ അരവിന്ദനോടായി ചോദിച്ചു. ഓ, നിനക്ക് ഭദ്രനെ മതിയല്ലോ. നമ്മൾ മിണ്ടിയാലും ഇല്ലേലും നിനക്കെന്ത്? സൂര്യയെ നോക്കി ഒരു പുച്ഛത്തോടെ അരവിന്ദ് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? കുറേ നേരമായി പെണ്ണിരുന്ന് ചോര കുടിക്കാൻ തുടങ്ങിയിട്ട്. ഭദ്രൻ്റെ കല്ലിപ്പിച്ച നോട്ടം കാണെ അരവിന്ദ് പറഞ്ഞു. അതെന്തിനാടാ പുല്ലേ എന്നെ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടിട്ടത്? അടുത്തിരുന്ന ഭദ്രനെ ദേഷ്യത്തിൽ നോക്കി ചപ്പാത്തി വലിച്ചു കീറുന്ന വേണിയെ ഇടങ്കണ്ണിട്ട് ഒന്ന് നോക്കിക്കൊണ്ട് ഭദ്രൻ ചോദിച്ചു. അതിപ്പോ അവൾ നിന്റെ പുറകെയല്ലേ? റൂട്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തതല്ലേ ഞാൻ. റൂട്ട് തെറ്റി എൻ്റെ മേൽ വന്നാൽ ഞാൻ തീർന്നില്ലേ കുട്ടി? എൻ്റെ സ്വപ്നങ്ങൾ. അവനെ ഒന്ന് നോക്കി ദയനീയതയോടെ അരവിന്ദ് പറഞ്ഞു. അവൻ്റെ സ്വപ്നം? എൻ്റെ സ്വപ്നം തകർന്നു എന്നാ തോന്നണേ. തൻ്റെ അടുത്തുനിന്ന് എഴുന്നേറ്റ് പോകുന്ന വേണിയെ ഒന്ന് നോക്കി ഭദ്രൻ പിറുപിറുത്തു. നിന്റെ സ്വപ്നം തകർന്നാൽ എന്ത്? ദേ കണ്ടില്ലേ വേറെ ഒരുത്തൻ ആ സ്വപ്നം കൂട്ടി യോജിപ്പിക്കുന്നത്. ഭദ്രൻ്റെ പിറുപിറുക്കിൽ കേട്ടപ്പോൾ അരവിന്ദ് പറഞ്ഞു. ഓഹ്, ഇവനെയും കൊണ്ട്. സംശയത്തോടെ അരവിന്ദനെ നോക്കി അവൻ്റെ കണ്ണുകൾ പുയിടത്തേക്ക് നോക്കിയ സന്ദീപിനെ കണ്ടുകൊണ്ട് ഭദ്രൻ പറഞ്ഞു. ഓഹ്, എന്നാ നോട്ടമാ മോനെ, ആ കൊച്ച് നിന്ന നിൽപ്പിൽ ചോര തീർന്ന് വിളറി വീഴുമല്ലോ. ഭദ്രൻ്റെ മുഖത്തെ ദേഷ്യം കാണെ സന്ദീപിനെ നോക്കി അരവിന്ദ് ചോദിച്ചു. ആ, അത് ഞാൻ വേറെ എന്തോ ഓർത്ത്. അരവിന്ദൻ്റെ സംസാരം കേട്ട് വേണിയിൽ നിന്ന് കണ്ണുകൾ മാറ്റിയ സന്ദീപ് അവൻ്റെ ദേഷ്യത്തിലുള്ള മുഖം കാണെ പതറിക്കൊണ്ട് പറഞ്ഞൊപ്പിച്ചു. നീയെല്ലാം നശിപ്പിക്കുമല്ലോ. ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോകുന്ന ഭദ്രനെയും അതിനു പിന്നിലായി പോകുന്ന ബാക്കി എല്ലാവരെയും ഒന്ന് നോക്കി ലളിതാമ്മ സന്ദീപിനോടായി ചോദിച്ചു. പിന്നെ എത്രയെന്ന് വെച്ചാൽ ക്ഷമിക്കുക? അമ്മയെല്ലാം നോക്കിയും കണ്ടും വരുമ്പോഴേക്കും വേണി എല്ലാ അർത്ഥത്തിലും ഭദ്രന് സ്വന്തമാകും. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജാനകിയമ്മയുടെ വാക്കുകൾ കേൾക്കെ ചൊടിയോടെ സന്ദീപ് പറഞ്ഞു. നീയൊന്നടങ്ങ്. പെട്ടെന്ന് പോയി അവരെ രണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ വന്നവൻ ചിരിച്ച് കളിച്ച് നിൽക്കുന്നതൊന്നും നീ ശ്രദ്ധിക്കണ്ട. അവൻ ആ ഭദ്രൻ്റെ ധൈര്യമാ, അവൻ്റെ വലം കൈ. എല്ലാം നോക്കിയും കണ്ടും വേണം ഇനി ചെയ്യാൻ. ലളിതാമ്മ പറഞ്ഞത് കേൾക്കെ ശരിയെന്നപ്പോൾ അവൻ പകയോടെ തലയാട്ടി. ഈ പെണ്ണിതെവിടെ പോയി? കിടന്ന് കുറേ നേരമായിട്ടും റൂമിലേക്ക് വരാത്തവളെ ഓർത്തൊന്നോണം ഭദ്രൻ ആലോചിച്ചു. പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നുകൊണ്ട് അനുവിൻ്റെ റൂമിനടുത്ത് എത്തിയവൻ അകത്തെ ശബ്ദം കേട്ട് ഒന്ന് നിന്നുകൊണ്ട് ആ കതക് തുറന്നു. അങ്ങനെ കോളേജ് മുഴുവൻ ബഹളമായി. എന്താ ഇവിടെ, ആർക്കും ഉറങ്ങണ്ടേ? സമയം എത്രയെന്നറിയോ? നാളെ കോളേജില്ലേ അനു നിനക്ക്? അനുവിൻ്റെ അടുക്കൽ അവളുടെ സംസാരം കേട്ട് കവിഴ്ന്നു കിടക്കുന്ന വേണിയെ അല്പനിമിഷം ചിരിയോടെ നോക്കിക്കൊണ്ട് ഭദ്രൻ ഗൗരവത്തിൽ അനുവിനോട് ചോദിച്ചു. ആ ഉണ്ടേട്ടാ, ഞങ്ങൾ ഉറങ്ങാൻ പോവായിരുന്നു. ഭദ്രൻ്റെ ശബ്ദം കേട്ട് ചാടി എഴുന്നേറ്റുകൊണ്ട് അനു പറഞ്ഞു. എങ്കിൽ നീ വാ വേണി, അനു കിടക്കട്ടെ. അവൻ്റെ സംസാരം കേട്ടിട്ടും ഭാവവ്യത്യാസമില്ലാതെ കിടക്കുന്ന വേണിയെ സംശയത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു. ഞാനിന്ന് അനുവിൻ്റെ കൂടെയാ. അതെന്താ? തൻ്റെ മുഖത്ത് നോക്കാതെ പറയുന്നവളെ ഉറ്റുനോക്കിക്കൊണ്ട് ഭദ്രൻ ചോദിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കിടക്കണമെന്ന് തോന്നി കിടക്കുന്നു. എന്തേ, കിടക്കണ്ടേ? കിടന്നോ. പക്ഷേ ഞാൻ 2 മെയിൽ അയച്ചിരുന്നു. അത് ഇന്ന് തന്നെ റിപ്ലൈ കൊടുക്കാനുള്ളതാ. അത് റെഡിയാക്കി വന്ന് കിടന്നോളൂ. അവളെ നോക്കി ഗൗരവത്തോടെ ഭദ്രൻ പറഞ്ഞു.